Welcome back to our Learn to Inspire channel. ഇന്ന് ടോക്ക് വിത്ത് ജോയ്ഷ് എന്ന സെഗ്മെന്റിൽ നമ്മളൊപ്പം ഉള്ളത് ടെഡെക്സ് സ്പീക്കറും അതുപോലെ തന്നെ കോർപ്പറേറ്റ് ട്രെയിനർ ആൻഡ് ലൈഫ് കോച്ച് ആയിട്ടുള്ള സജി മാത്യൂസ്. അദ്ദേഹമാണ് നമ്മോടൊപ്പം ഉള്ളത്. അതുമാത്രമല്ല, ഇൻഡസ്ട്രിയിൽ ഒരു മോട്ടിവേഷണൽ സ്പീക്കർ എന്നുള്ള നിലയിൽ ഇപ്പം വളരെയധികം പ്രശസ്തി ആർജിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയും കൂടെയാണ് അദ്ദേഹം. ഒരുപാട് പേരുടെ ലൈഫിൽ ഇമ്പാക്ട് ഉണ്ടാക്കിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും മോട്ടിവേഷൻ കൊടുക്കുക എന്ന് പറയുന്നത് പലപ്പോഴും പല ആളുകളിൽ നിന്ന് എടുത്ത മോട്ടിവേഷൻ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ അദ്ദേഹം തന്നെ ഒരു മോട്ടിവേഷൻ, നമുക്കൊക്കെ ഓരോ മോട്ടിവേഷൻ ആയി മാറുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ ജീവിതകഥ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത്. അത് മാത്രമല്ല, അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒരുപാട് ഇന്റർനാഷണൽ ആയിട്ടുള്ള കമ്പനീസിൽ അദ്ദേഹം ട്രെയിനിങ് കൊടുക്കാറുണ്ട്. സോ അദ്ദേഹത്തിനെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. സജി മാത്യൂസ്, അദ്ദേഹത്തെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. ഒരു ടച്ചിങ് സ്റ്റോറിയിലൂടെ തന്നെ നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. അദ്ദേഹം ഈ ഒരു മോട്ടിവേഷണൽ സ്പീക്കർ എന്നുള്ള നിലയിൽ അദ്ദേഹം മാറാനുള്ള കാരണം, അതുപോലെ അദ്ദേഹം ലൈഫില് മറ്റുള്ളവരുടെ ലൈഫിൽ എങ്ങനെയാണ് ഇമ്പാക്ട് ചെയ്തത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഇതിനെ കാര്യം ഈ ഒരു വീഡിയോനെ നമ്മൾ മൂന്നായിട്ടാണ് സെഗ്മെന്റ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റോറി നമ്മളോട് ഷെയർ ചെയ്യുന്നുണ്ടാവും. സെക്കൻഡ്, എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു ജീവിതത്തിൽ നമ്മുടെ ലൈഫിൽ നമുക്ക് പ്രതീക്ഷിക്കുന്ന പോലെ അല്ല, പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ വന്നെന്നിരിക്കും. അപ്പൊ അതെങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്തു, ആ സ്ട്രഗിളിനെ എങ്ങനെ ഓവർകം ചെയ്തു എന്നുള്ള ഒരു സെഗ്മെന്റ് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ബിസിനസ്സിൽ എങ്ങനെ നമുക്കൊരു ടീമിനെ ബിൽഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ടീമിനെ ഹാൻഡിൽ ചെയ്യണം, അങ്ങനെ അല്ലെങ്കിൽ എങ്ങനെയാണ് ടീമിനെ മാനേജ് ചെയ്യേണ്ടത്, ബിസിനസിനെ നെക്സ്റ്റ് ലെവലിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ടീം മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതെങ്ങനെ ചെയ്യാൻ പറ്റും, ഇങ്ങനെ 3 രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് അദ്ദേഹത്തിന്റെ സ്റ്റോറിയിലൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു മോട്ടിവേഷണൽ മേഖലയിൽ അദ്ദേഹം വന്നത്, എങ്ങനെയാണ് ഒരു മോട്ടിവേഷൻ സ്പീക്കർ ആവണം, അതുപോലെ മറ്റുള്ളവരെ ഇമ്പാക്ട് ചെയ്യണം എന്നൊരു ചിന്ത വരാൻ തുടങ്ങിയത്. അപ്പൊ നമുക്ക് സജി സാറിന്റെ അടുത്ത് തന്നെ ചോദിക്കാം, എങ്ങനെയാണ് ആ ഒരു കാര്യം നമ്മുടെ ലൈഫിലോട്ട് വന്നത്? Thank you, Josh. Thank you so much for the introduction. ഞാൻ ഈ ട്രെയിനിങ് ഇൻഡസ്ട്രിയിൽ കഴിഞ്ഞ ഒരു 10 വർഷം തൊട്ട്, ഓൾമോസ്റ്റ് 10 വർഷം തൊട്ട് ഞാൻ ഈ ഫീൽഡിലുണ്ട്. ആദ്യമേ ഞാനൊരു കാര്യം ഒന്ന് പറഞ്ഞിട്ട് ഞാൻ തുടങ്ങട്ടെ. എനിക്ക് ലാംഗ്വേജിന്റെ ചെറിയ ബാരിയർ ഉണ്ട്. അതെന്താ കാരണം എന്ന് നമുക്ക് ക്രമേണ നിങ്ങൾക്ക് മനസ്സിലാകും. എൻ്റെ മലയാളം മനസ്സിലാകുമായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പ്ലീസ് ബെയർ വിത്ത് മീ, കാരണം അതിൻ്റെതായിട്ടുള്ള ചെറിയ എനിക്കൊരു റിസർവേഷൻസ് ഉണ്ട്. ജോയ് ചോദിച്ച പോലെ ഈ ഫീൽഡിൽ വരാൻ കാരണം, കുഞ്ഞിലെ തൊട്ട് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു ഡ്രീമായിരുന്നു. ദാറ്റ് ഐ വാണ്ടഡ് ടു ഇൻഫ്ലുവൻസ് പീപ്പിൾ. I wanted to be a person with a example. So നാളത്തെ ഒരു ദിവസം ഒരു കുഞ്ഞ് ആഗ്രഹിക്കുന്നത് എനിക്ക് സോ ആൻഡ് സോ ആകണം, IPS ആണ്, IAS ആണ്, അല്ലെ ഫിലിം സ്റ്റാർ ആകണമെങ്കിൽ, I always had a desire that a child should say that yeah, I want to be such a person. So ആ ഒരു കാര്യം കുഞ്ഞിലെ എനിക്ക് ഒരു ഡ്രീം ആയിട്ടായിരുന്നു ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ക്രമേണ അതിനെ ഞാൻ എങ്ങനെ ആകാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾക്ക് ഞാൻ എഫർട്ട് എടുക്കാൻ തുടങ്ങി. ഐ വാസ് പാഷനറ്റ് ഫോർ സ്പീക്കിംഗ്, പബ്ലിക് സ്പീക്കിംഗ്. അതിന്റെ ഒരു ട്രെയിനിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യാൻ തുടങ്ങി. എൻ്റെതായ രീതിയിൽ എനിക്ക് കുറെ എക്സ്പെർട്ടീസ് ഉണ്ടാക്കാൻ പറ്റിയായിരുന്നു. ആ സമയത്താണ് 23-ാമത്തെ വയസ്സിൽ എൻ്റെ ഗ്രാജുവേഷൻ ചെയ്ത് ഞാൻ എൻ്റെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രൊഫഷൻ കയ്യിലെടുത്ത് ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ഞാൻ ജോയിൻ ചെയ്തത്. മൾട്ടിനാഷണൽ കമ്പനി ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ആഗ്രഹം that somehow taking the experience from software industry, കൂടുതലും എനിക്ക് ഇൻഡസ്ട്രിയിലോട്ട് വരാൻ പറ്റും, എനിക്ക്
സബ്ജക്ട് നോളജ് ഗെയിൻ ചെയ്തിട്ട് കൂടുതലായിട്ട് എനിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമെന്നായിരുന്നു. പക്ഷേ അതല്ലായിരുന്നു ഞാൻ വിശ്വസിച്ചുകൊണ്ടിരുന്ന, അല്ലെ ഞാൻ ട്രസ്റ്റ് ചെയ്യുന്ന ദൈവത്തിന്റെ ഇഷ്ടം. സഡനായിട്ട് എന്റെ കണ്ണിന്റെ കാഴ്ച പോകുന്ന ഒരു സ്ഥിതിയിലോട്ട് ഞാൻ എത്തി. 23-ാമത്തെ വയസ്സിലാണ് ഞാൻ എന്റെ കണ്ണിന്റെ കാഴ്ച സഡനായിട്ട് നഷ്ടപ്പെടാൻ ഇടയായത്. പക്ഷെ ഈ ദിവസം എന്ന് പറഞ്ഞ when I was living my life in without any sight, ഒരു 3-3.5 വർഷം എന്റെ ലൈഫിൽ ഒത്തിരി ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളെല്ലാം ചെയ്തു. പക്ഷെ ആ ദിവസങ്ങളെല്ലാം ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത്, എന്റെ ജീവിതത്തിൽ നിന്ന് ഒത്തിരി ആൾക്കാർക്ക് ഒന്നല്ല വേറെ ഒരു രീതിയിൽ ഞാൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കണം, I was nothing. I was in terms of career, I was doing nothing. ഞാൻ വീട്ടിൽ തന്നെ ഇരുന്ന് ട്രീറ്റ്മെന്റ്സ് എല്ലാം ചെയ്ത് ഹോസ്പിറ്റലും വീടുമായിട്ട് മാത്രം സമയം ചെലവാക്കിക്കൊണ്ടിരുന്ന എന്റെ ലൈഫിൽ എന്റെ കൂടെ ഉള്ള ആൾക്കാർ, അല്ലെ എന്റെ അടുത്തുള്ള ആൾക്കാർ, അല്ലെ എന്റെ കോളനിയിൽ, അല്ലെ എന്റെ ഗ്രാമത്തില്, അല്ലെ ഞാൻ പോയിക്കൊണ്ടിരുന്ന, അല്ലെ എന്നെ അറിയുന്ന സമൂഹത്തില് ഉള്ള ആൾക്കാർ ഒന്നല്ലേ വേറെ രീതിയിൽ they were influenced. Mostly they had a negative influence. അയ്യോ, ഇവന്റെ കണ്ണിന് കാഴ്ച പോയാലോ, ഈ യുവാവ് ഈ ഏജില് അവൻ എന്റെ ഏത് രീതിയിലാണ് അവൻ ജീവിതം ജീവിക്കാൻ പോകുന്നത്, how is he going to build his life, how is he going to live his life, so on and so forth. So എനിക്ക് ഒരു കാര്യം മനസ്സിലായി, that I am an influencer. പോസിറ്റീവ് അല്ലെങ്കിലും നെഗറ്റീവ് ആയിട്ട് തന്നെ ഞാൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അല്ല എന്റെ ലൈഫ് എവിടെയോ ആൾക്കാർക്ക് സിമ്പത്തി ആണെങ്കിലും ഇറ്റ്സ് ബീങ് ഇൻഫ്ലുവൻസ്ഡ്. അതെനിക്ക് വലിയൊരു എൻകറേജ്മെന്റിന്റെ കാര്യമായി മാറി. Because as I said, that was my desire from the childhood, that I wanted to influence people. But this was not something which I was expecting. Idallarnu njan aagrehichittu, but somehow I had come to a point where I was influencing people not positively, but in some extent negatively. ആരും കാഴ്ചയില്ലാത്ത ആളാകാൻ ആഗ്രഹിക്കാത്ത ഒരു രീതിയിലാണ് ഞാൻ ഇൻഫ്ലുവൻസ് ചെയ്തത്. അവിടെ നിന്നാണ് ഞാൻ എൻ്റെ ജീവിതം പിന്നെയും തുടങ്ങാൻ ആഗ്രഹിച്ചത്. Then I realized that yes, I have something to just speak to the world. അങ്ങനെ ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഓരോ കാര്യങ്ങൾക്ക് ദൈവത്തോട് ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ തുടങ്ങി. ക്രമേണ ഓരോ പടി മുന്നോട്ട് പോകുമ്പോൾ വിജയം കിട്ടാൻ തുടങ്ങി. ആൾക്കാരെ ആ രീതിയിൽ നെഗറ്റീവ് ഇൻഫ്ലുവൻസിന്റെ പോസിറ്റീവ് ഇൻഫ്ലുവൻസിലോട്ട് മാറാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ഒരു സ്റ്റേജ് വന്നു കഴിഞ്ഞപ്പോൾ ഇന്ന് എനിക്ക് പറയാൻ പറ്റുന്നത് that yes, my story itself speaks volume. കൂടുതൽ എനിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻസോ എനിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു തിയറിറ്റിക്കൽ നോളജ് കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് I need to communicate the story, and communicating the story comes with a lot of different packages. അത് ഏത് രീതിയിലാണ്, ഏത് ക്രൗഡിന് വേണ്ടിയാണ്, എങ്ങനത്തെ രീതിയിലുള്ള സിറ്റുവേഷൻസിലാണ് ഇതൊന്ന് മനസ്സിലാക്കിയാൽ മതി. എന്നിട്ട് ആ സ്റ്റോറി പറഞ്ഞു കഴിയുമ്പോൾ അത് മാത്രം മതി ആൾക്കാർക്ക് പല കാര്യങ്ങൾ ജീവിതത്തിന്റെ അല്ലെ പല പ്രശ്നങ്ങൾക്ക് സ്വന്തമായിട്ട് ജീവിതം വേറെ ഒരു രീതിയിൽ നേടാനുള്ള ഒരു കിട്ടുന്നത്. അതായിരുന്നു എന്റെ മെയിൻ കാരണം.
ഒരു സ്പീക്കറായി, ഒരു മോട്ടിവേഷണൽ സ്പീക്കറായി മാറാനുള്ള ഒരു കാരണം. യെസ് സുരേഷ്. അതുപോലെ മോട്ടിവേഷൻ സ്പീക്കർ എന്ന് പറയുന്നതിനൊക്കെ ഉപരിയായിട്ട് ഒരു ഇൻഫ്ലുവൻസർ ആയി അല്ലെ, ഇപ്പം ഒരു ഇൻഫ്ലുവൻസർ ആവുക എന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് അവരുടെ ലൈഫില് ഇങ്ങനെ ഒരു സ്ട്രഗിൾസും കാര്യങ്ങളും ഒക്കെ വരുമ്പോഴത്തേക്ക് പലരും പിന്തിരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ലൈഫ് ഇങ്ങനെ ആയിപ്പോയല്ലോ, ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. സോ ഇങ്ങനെയുള്ള സ്ട്രഗിൾസ് വരുമ്പം എങ്ങനെ നമുക്കത് ഓവർകം ചെയ്യാൻ പറ്റും? എങ്ങനെയായിരുന്നു ഓവർകം ചെയ്തത്? നമ്മുടെ ജീവിതത്തിൽ സ്ട്രഗിൾസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഇൻഎവിറ്റബിൾ ആൻഡ് ഇറ്റ്സ് ദേർ വിത്ത് എവ്രിവൺ. നമുക്ക് ഇത് പറയാൻ പറ്റത്തില്ല that tomorrow I can be a person without any struggle or without any failure, to be more precise. Struggles, failures, ഇത് ജീവിതത്തിന്റെ ഒരു പാർട്ടാണ്. പക്ഷെ പ്രശ്നം വരുന്നത് the successful people, they take the struggles as a opportunity to climb the ladder of success. പക്ഷേ ഒരു ഫെയിലിയറിനെ സംബന്ധിച്ച് he is just taking the situation as an opportunity to give up. എന്റെ ലൈഫിലും ഈ സ്ട്രഗിൾ വന്നപ്പോൾ രണ്ട് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു എന്റെ മുന്നിൽ ഉണ്ടായിരുന്നത്. ഒന്ന്, ആ സിറ്റുവേഷന് അങ്ങനെ തന്നെ എന്റെ ലൈഫില് ഓവർ പവർ ചെയ്ത് എനിക്ക് എന്റെ ആ സിമ്പത്തിയിൽ മാത്രം ജീവിതം ജീവിച്ചുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാം. ഒന്ന്. രണ്ടാമത്തേത്, ആ സ്ട്രഗിളിനെ ചലഞ്ച് ചെയ്ത്, you can challenge the struggle and then find some way to overcome the struggle. അത് രണ്ടാമത്തെ ഒരു ഓപ്ഷൻ. പിന്നെ ഇതിന്റെ സൈഡിൽ വേറെ ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്. ഇതെല്ലാത്തിന്റെ ഒരു 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 അത് ഞാൻ സാധാരണ കൂടുതൽ ഡീൽ ചെയ്യാറില്ല. അതാണ് മൂന്നാമത്തെ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിവിംഗ് അപ്പ്. ജീവിതം അങ്ങ് തീർക്കുക. എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഗിവ് അപ്പ് ദ ലൈഫ്, ഫിനിഷ് ഓഫ് ദ ലൈഫ്, കമ്മിറ്റ് സൂസൈഡ് ഓർ ഗിവ് അപ്പ്. അതെ. ബിസിനസ്സിനകത്ത് വരുമ്പം, ബിസിനസിന്റെ ആ ഒരു ഇതിനകത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് സാധാരണ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്ട്രഗിൾ വന്നു, ഒരു പ്രശ്നം വന്നു ബിസിനസ്സിൽ, അത് അടുത്ത ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഗിവ് അപ്പ് എന്നുള്ള ആറ്റിറ്റ്യൂഡ് ബിസിനസ്സിനകത്ത് കാണിക്കുന്നത് എസ്കേപ്പിസം എന്നാണ്. ഐ കോൾ ദാറ്റ് എസ്കേപ്പിസം. അവിടുന്ന് ഓടുവാണ്. ബട്ട് ദാറ്റ് ഈസ് നോട്ട് ദ റൈറ്റ് വേ ഓഫ് ഡീലിംഗ് ദ ബിസിനസ്. സോ ഞാൻ ഇതിനെ രണ്ട് കാറ്റഗറി മാത്രമേ കാണാറുള്ളൂ. ഒന്ന്, be in the failure or else challenge the failure. Be in the failure is again a very easy task. നമുക്ക് ആരുടെയെങ്കിലും ഇപ്പൊ എന്റെ ജീവിതത്തിൽ നോക്കുവാണെങ്കിൽ I could have been in the sympathy, മറ്റുള്ളവരുടെ സിമ്പത്തിയിൽ ജസ്റ്റ് കണ്ടിന്യൂ ചെയ്യാൻ എനിക്ക് എല്ലാ റൈറ്റ്സ് ഉണ്ട്. I have got all the rights. Even government has so many schemes, pension scheme, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഗവൺമെന്റ് ത്രൂ തരാറുണ്ട്. ചെറിയ ഒരു മീഗർ എമൗണ്ട് തന്നിട്ട് I can just continue. I can continue on the sympathetical ground of the family or the society or the people around you. അതൊരു സൈഡ്. രണ്ടാമത്തേത്, I need to challenge the struggle or the failure. അത് ചെയ്യണമെങ്കിൽ നമുക്ക് ഇച്ചിരി I need to go out of the box, out of all the systems, out of all the rules and the laws available. I need to challenge the situation at some stage. അത് ചെയ്യണമെങ്കിൽ ചില സമയത്ത് you need to be left all alone. അങ്ങനെ ചെയ്യണമെങ്കിൽ ചില സമയത്ത് you need to face the naysayers. ഇവനെ കണ്ടില്ലേ, ഇവനെ കുറെ ചെയ്യാൻ പോയിരിക്കുകയാണ്. അത് ചെയ്യണമെങ്കിൽ നമ്മള് പലപ്പോഴും തോൽവി നേരിടേണ്ടി വരും. ആ തോൽവി നേരിടുമ്പം തോൽവി തന്നെയല്ല നമ്മൾ നേരിടേണ്ടത്,
അതിന്റെ കൂട്ടത്തിൽ വരുന്ന കുറെ ആൾക്കാരുടെ ക്രിറ്റിസിസമും നേരിടേണ്ടി വരും. അതെ. സോ ഇത്ര എല്ലാ കാര്യങ്ങൾ നമ്മൾ ചലഞ്ച് ആയിട്ട് എടുത്തിട്ട് ഇല്ല ഇതെല്ലാം ഞാൻ ഫേസ് ചെയ്യും, ബട്ട് ഐ റിയലി വാണ്ട് ടു ഗോ ഫോർവേഡ്, ഐ റിയലി വാണ്ട് ടു പ്രോഗ്രസ്. ആ ഒരു ആറ്റിറ്റ്യൂഡിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ. സോ ഐ ടുക്ക് ദ സെക്കൻഡ് പാർട്ട്, ദാറ്റ് വാസ് ഐ വാസ് റെഡി ടു ടേക്ക് anybody and any failure. So maybe that was something which I was again, as I said, and കുഞ്ഞിലെ ആഗ്രഹിച്ച ആ ഒരു ഡിസയറുടെ ഇമ്പാക്ട് ആയിരിക്കും എന്നാണ് ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നത്. കാരണം ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് living the life in sympathy is not going to influence anyone. Even if that influences, that is going to influence negatively. പക്ഷേ ഞാൻ ഒരു ചലഞ്ച് ആയിട്ട് എടുത്തിട്ട് എന്തെങ്കിലും 10ന്റെ റേറ്റിംഗ് വെച്ച് കഴിഞ്ഞാൽ സപ്പോസ് ഇഫ് ഐ ലൂസ് 8 times, പക്ഷേ 2 പ്രാവശ്യമെങ്കിലും എനിക്കൊരു വിക്ടറി കിട്ടിയാൽ ഐ തിങ്ക് ദാറ്റ് ഈസ് സംതിങ് വിച്ച് ഐ ഹാവ് അച്ചീവ്ഡ്, റൈറ്റ്? ആൻഡ് ദാറ്റ് ഐ ക്യാൻ സ്പീക്ക് അബൌട്ട് ഇറ്റ്. സോ ആ രീതിയിലായിരുന്നു ഞാൻ എൻ്റെ ലൈഫിൽ ചലഞ്ചസ് ഒത്തിരി ഫേസ് ചെയ്യേണ്ടി വന്നു, ഒത്തിരി ഫെയിലിയേഴ്സ് കാണേണ്ടി വന്നു. ബട്ട് സ്റ്റിൽ 10 സ്റ്റെപ്പ് എടുക്കുമ്പോൾ 5 സ്റ്റെപ്പ് ചിലപ്പോൾ നമ്മൾ അല്ലെ 6 സ്റ്റെപ്പ് നമ്മൾ പുറമോട്ടായിരിക്കും പോകുന്നത്. പക്ഷെ അറ്റ്ലീസ്റ്റ് തുടങ്ങിയ ആ പോയിന്റിൽ നിന്ന് 4 സ്റ്റെപ്പ് മുന്നോട്ട് നമ്മൾ വന്നല്ലോ, അതിന്റെ സന്തോഷം എപ്പോഴും എനിക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ജീവിതം മുന്നോട്ട് പോകാൻ തുടങ്ങിയത്. പിന്നെ അതിന്റെ ഓവർകം ചെയ്യാനുള്ള ഒരു മെത്തഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും എന്റെ വർക്ക്ഷോപ്പിലും എന്റെ സെമിനാറിലും എടുക്കുന്ന പ്രകാരം, when you fail, you may reach to the rock bottom. ആ ഫെയിലിയറുടെ അതിനെക്കാട്ടിലും താഴെ പോകാൻ അല്ലെ അതിനെക്കാട്ടിലും കൂടുതൽ തോൽവി നമുക്ക് കാണാനോ നമുക്ക് ഫേസ് ചെയ്യാൻ വരെ ഒന്നും കാണത്തില്ലായിരിക്കും. ആ ഒരു പോയിന്റ് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് 2 ഓപ്ഷൻസ് പിന്നെയും ഉണ്ട്. ഒന്ന്, you can remain in failure. Again, that is not going to give you any progress. പക്ഷേ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്. You can build your success from the rock bottom. അവിടുന്ന് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. കാരണം നഷ്ടമാകാൻ ഒന്നും ഇല്ല. വേറെ ഒരേ ഒരു ഓപ്ഷൻ നമ്മുടെ മുന്നിൽ ഉള്ളത്, അതാണ് നമുക്ക് നേടാൻ. സോ ആ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് നേടാൻ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ, that is the first step for overcoming your failures. അവിടെ നിന്ന് നമുക്ക് കേറി മുന്നോട്ട് വരാൻ പറ്റും. സോ there are a lot of things. ഈ ഫെയിലിയർ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു എൻ്റെ ഒരു കോഴ്സ് ഉണ്ട്. ആ കോഴ്സിനകത്ത് സാധാരണ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കാറുണ്ട്. ഞാൻ ആ രീതിയിൽ എൻ്റെ ലെവലിൽ തന്നെ ഞാൻ എടുക്കുന്ന ഒരു കാര്യമാണ് എന്തൊക്കെയാണ് നമ്മുടെ ഫെയിലിയറുടെ റീസൺസ്, ഈ ഫെയിലിയർ കൊണ്ട് എന്തൊക്കെയാണ് ഇമ്പാക്ട് വരുന്നത്. ഇങ്ങനെ പല മോഡ്യൂൾസ് ഉണ്ടെന്ന്. ആ മോഡ്യൂൾസ് ഓരോന്നും നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് നമുക്ക് നമ്മുടെ കരിയറിലോട്ട്, നമുക്ക് നമ്മുടെ സക്സസിലോട്ട്, നമുക്ക് നമ്മുടെ പ്രോഗ്രസ് ആക്കാൻ പറ്റും. And that is how we build up. Yeah. Yes. അത് മാത്രല്ല, ഐ നോ ഹിം പേഴ്സണലി. അതെനിക്ക് അറിയാം. ഈ പലരും ഈ ഒരു സിറ്റുവേഷൻസിലേക്ക് ഹാൻഡിൽ ചെയ്യുന്ന കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അദ്ദേഹം ഇത്രയും ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഫോർ ലേണിംഗ്. അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഫാസ്റ്റ് ആയിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തു പോകുന്നത്. ഓരോ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്ന കാര്യങ്ങളാണെങ്കിലും ഓരോ കാര്യങ്ങൾ ചെയ്യാനാണെങ്കിലും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വിസ്ഡം ആണെങ്കിലും ഒക്കെ എനിക്ക് പേഴ്സണലി അറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ പറയാം. കാര്യം വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം എഫേർട്ടും കൂടെ, ഹാർഡ് വർക്കും എഫേർട്ടും എല്ലാം ഇട്ടിട്ടാണ് വരുന്നത്. കാര്യം നമുക്ക് ഒരാളെ ബ്ലെയിം ചെയ്യാനോ അല്ലെങ്കിൽ ആ ഫെയിലിയർ വരുമ്പം ഓക്കെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കാൻ എളുപ്പമാണ്. പക്ഷെ ഇതിനെയൊക്കെ ഒന്ന് ഓവർകം ചെയ്യുക, അല്ലെങ്കിൽ ഇതിനെയൊക്കെ ഇതൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയ കാര്യം. പക്ഷെ അത് വളരെ ഈസി ആയിട്ട് ആ ഒരു രീതിയിൽ മറ്റുള്ളവരെ ഒന്നും
ബുദ്ധിമുട്ടിക്കാതെ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആക്കിക്കൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. അത് മാത്രമല്ല അടുത്ത നമ്മുടെ ഒരു മൂന്നാമത്തെ ഒരു സെഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ഞാൻ ഈ പറഞ്ഞു ഈ ഫെയിലിയർ ആവുന്ന ബിസിനസ്സുകാരെ അല്ലെങ്കിൽ ടീമിനെ മാനേജ് ചെയ്യാൻ പറ്റാത്ത പ്രോബ്ലം ഉള്ള ആൾക്കാരെ. അപ്പം എങ്ങനെയാണ് ഈ ടീം മാനേജ് ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയാണ് ആ ബിസിനസ്സിൽ ഓരോ ടീമിനെയും അവരെ മുന്നോട്ട് നയിക്കാൻ പറ്റുന്നത്, അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? എനിക്ക് തോന്നുന്നു നമുക്ക് ഈ ലീഡർഷിപ്പ് ബിൽഡിംഗ് എന്ന് പറയുന്നത് അത് ഓവർനൈറ്റ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ക്വാളിറ്റി അല്ല. ഇറ്റ് ടേക്സ് വീക്സ്, മന്ത്സ്, സംടൈംസ് ഇറ്റ് ടേക്സ് ഇയേഴ്സ്. ഒരു ടീമിനെ സംബന്ധിച്ച് നമ്മൾ ഒരു ടീം സെലക്ഷനിലോട്ട് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു വളരെ ക്ലിയർ ആയിട്ടുള്ള നമുക്കൊരു വിഷൻ ആണ്. വാട്ട് എക്സാക്ട്ലി ഈസ് മൈ ഗോൾ? ഐ കോൾ ഇറ്റ് ഫോക്കസ് പോയിന്റ്. വാട്ട് എക്സാക്ട്ലി ഈസ് മൈ ഫോക്കസ് പോയിന്റ്? എവിടാണ് എന്റെ ഗോൾ ഇരിക്കുന്നത്? എന്താണ് എന്റെ ഗോൾ? രണ്ട്, നമുക്കൊരു ടൈം സ്പാൻ ക്ലാരിറ്റി വേണം. ഇപ്പൊ ഞാൻ ഒരു കാര്യം എനിക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ എനിക്കൊരു ക്ലാരിറ്റി ടൈം സ്പാനിൽ ഇല്ലെങ്കിൽ you cannot do much in your business and also in your life. I'll give an example. I always say people to read. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയാൻ നമ്മൾ റീഡ് ചെയ്യാറില്ല. റീഡിംഗ് ഹാബിറ്റ് ഓൾമോസ്റ്റ് തീർന്നു ആൾക്കാരുടെ. ഒരു വർഷത്തിന്റെ ആദ്യം തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഒരു വർഷത്തിൽ എത്ര ബുക്സ് വായിക്കണം എന്നുള്ള നമുക്കൊരു ടാർഗറ്റ് നമ്മൾ ഉണ്ടാക്കുന്നത് എപ്പോഴും ഉണ്ട്. ഇപ്പൊ ഞാൻ ഒരു 30 ബുക്ക് എനിക്ക് ഒരു വർഷത്തിൽ വായിക്കണമെന്ന് ഞാൻ ഒരു ടാർഗറ്റ് ഉണ്ടാക്കിയാൽ I need to divide it. At least 2 to 3 books in a week, 2 to 3 books in a month. പോട്ടെ, ഞാൻ പറയുന്ന 2 ബുക്കെങ്കിലും വായിക്കും, ബട്ട് അറ്റ്ലീസ്റ്റ് റീഡ്. ഒരു 2 ബുക്ക് ഒക്കെ ഒരു മാസത്തിൽ വായിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഈസ് ടു ഡിഫിക്കൽട്ട് ടാസ്ക്. സോ നമ്മൾ ഇത് ഡിവൈഡ് ചെയ്യണം. ഈ 2 ബുക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു 300 to 400 പേജസിന്റെ ഒരു ബുക്ക് ആണെങ്കിൽ 2 വീക്സ് ടൈമിൽ നമുക്ക് ഈസി ആയിട്ട് വായിച്ച് തീർക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15 ദിവസത്തിൽ ഒരു 300 പേജ്. 15 ദിവസത്തിൽ 300 പേജ് വായിക്കണമെങ്കിൽ നമ്മൾ ഡിവൈഡ് ചെയ്താൽ മതി ഒരു ദിവസത്തിൽ എത്ര പേജ് വായിക്കണം. അത് നമ്മളെ ടാർഗറ്റ് ആയിട്ട് നമ്മൾ എടുക്കണം. നമ്മുടെ ലൈഫ് വി നീഡ് ടു ഫൈൻഡ് ദ ടൈം. ഇതുപോലെ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ you can finish 2 books in a month easily. പക്ഷെ നമ്മൾ ആദ്യമേ കാണുന്നത് എന്താ? അയ്യോ, 2 പുസ്തകം ഒരു മാസത്തിലോ? ഇമ്പോസിബിൾ. പക്ഷെ അത് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് സോ ഈസി. ഇൻ ദ സെയിം വേ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഒരു ഗോൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ടൈം സ്പാൻ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ if you can divide it year basis, if you can divide it quarterly, half yearly, quarterly, monthly, you can divide it even week wise. It helps. പക്ഷെ ഇതിനെല്ലാത്തിനും നമുക്ക് ആദ്യം ഞാൻ പറഞ്ഞ പോലെ you need to have a vision. രണ്ടാമത്തേത്, ഇതെല്ലാം ചെയ്യാൻ വേണ്ടി നമുക്ക് നമ്മുടെ ടീമിൽ ആപ്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് നമുക്ക് കിട്ടണം. ഇപ്പം ഞാൻ നല്ല ഒരു കണ്ടന്റ് റൈറ്ററിനെ ഞാൻ എടുത്തിട്ട് I can't expect him to be the best video editor. Video editor na vendi I need to find the person who is passionate for video editing. I cannot take the video editing for writing the content for my scripts, for my websites. Any cheyan pattilla. So I need to find the person, his strength, his qualities. ആളെ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ടീമിലോട്ട് കൊണ്ടുവരുവാണ്. ഇതെല്ലാം അഗെയിൻ തുടങ്ങുന്നത് എൻ്റെ വിഷൻ വെച്ചാണ്. ഈ വിഷനകത്ത് വേറൊരു കാര്യം സംഭവിക്കുന്നത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാത്ത ഒരു കാര്യം, എനിക്കൊരു വിഷൻ ഉണ്ട്. ആസ് എ ലീഡർ ഐ ഹാവ് എ വിഷൻ. ദാറ്റ്സ് നോട്ട് നെസസറി ദാറ്റ് the same vision may be there for my team.
വർക്കർ. എന്റെ ടീമിനെ സംബന്ധിച്ചു ഐ need to build him up or bring him up into the point to understand my vision, my goal, my time span. ഇതെല്ലാം ഓരോ മീറ്റിംഗിൽ, ഇഫ് നോട്ട് വീക്ക്ലി അറ്റ്ലീസ്റ്റ് ഫോർട്ട്നൈറ്റ്ലി ആ ടീമിനെ മനസ്സിലാക്കി കൊണ്ട് തന്നെ ഇരിക്കണം. പലപ്പോഴും ഞാൻ കാണുന്ന ഒരു കാര്യം, ബിസിനസ് ഹൗസസ് മിഷൻ ഉണ്ട്, വിഷൻ ഉണ്ട്, ഇതെല്ലാം ഡോക്യുമെന്റിനകത്തേ കാണത്തുള്ളൂ. ഇപ്പൊ അവിടുത്തെ ഒരു എംപ്ലോയീസിനോട് പോയി ചോദിക്കുകയാണ്, വാട്ട് എക്സാക്ട്ലി ആർ യു വർക്കിംഗ് ഫോർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ he has only one answer. I have been given the task, finish this module, that is my responsibility. അതെന്തുകൊണ്ടാ ചെയ്യുന്നേ, എന്തിനു വേണ്ടിയാ ചെയ്യുന്നത്, he doesn't know that. So team building is something you need to build from the scratch. As you have a vision, the vision should be there. പുള്ളിക്ക് ഓർക്കത്തില്, പുള്ളിക്ക് വർക്ക് ചെയ്യുമ്പോഴും എപ്പോഴും പുള്ളിയെ സംബന്ധിച്ച്, ഈ വർക്കറിനെ ടീമിനെ സംബന്ധിച്ച് ആ ഒരു വിഷൻ ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ട, രണ്ടാമത്തെ ഒരു ഇമ്പോർട്ടന്റ് ഉള്ള, ഇത് ലീഡർഷിപ്പ് സെഷൻസ് ഒക്കെ എടുക്കുമ്പോൾ സാധാരണ ഞാൻ പറയുന്ന ഒരു കാര്യം, യു ഷുഡ് നോ എവറി എൻറ്റിറ്റി ഓഫ് യുവർ ടീം. എൻറ്റിറ്റി എന്ന് പറയുമ്പോൾ ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ, ഇറ്റ് ഈസ് എ മെമ്പർ. പുള്ളിയുടെ സ്ട്രെങ്ത് അറിയണം, പുള്ളിയുടെ വീക്ക്നെസ് അറിയണം. നമ്മളെ സംബന്ധിച്ച് പലപ്പോഴും നമ്മളെ നിഗ്ലക്ട് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഒരു individuality of a team member. ഇൻഡിവിജ്വാലിറ്റി എന്ന് ഞാൻ ഡിഫൈൻ ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്റെ ടീം മെമ്പർ എന്റെ കൂടെ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പല ആൾക്കാരുടെ, പല ബിസിനസ് ഹൗസസിലെ പല ലീഡേഴ്സിന്റെ ഒരു കോൺസെപ്റ്റ്. പക്ഷെ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യം, എവറി ടീം മെമ്പർ comes with his family. അത് നമ്മൾ എപ്പോഴും മറന്നു പോകണം. പുള്ളിക്കാരനെ സംബന്ധിച്ച് പ്രൊഡക്റ്റീവ് ആയിട്ട് എനിക്ക് ഔട്ട്പുട്ട് തരണമെങ്കിൽ he should have a support system from his family, from his ഒരു എന്താ പറയണ്ടേ, ഞാൻ I'm not getting that word in Malayalam, but you know, there should be a push for the person who is attached with me as a member in my team. പുഷ് എന്തിനു വേണ്ടി ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ, പുള്ളിക്കാരനെ സംബന്ധിച്ച് പുള്ളിക്കാരന്റെ ഫാമിലി കംഫർട്ടബിൾ ആണ്, പുള്ളിക്കാരനെ ഒരു ഫാമിലിയുടെ സൈഡിൽ നിന്ന് ഒരു സപ്പോർട്ട് ഭയങ്കരമായിട്ട് പുള്ളിക്കാരനെ കിട്ടുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ പുള്ളിക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, പുള്ളിക്ക് ഒരു മോട്ടിവേഷൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, he will always be ready to give me the 100%. I'll give an example. Indira Nooyi, PepsiCo CEO ആയിരുന്ന സമയത്ത്, she used to write letters to the parents and the family members of each employee. അതെന്തുകൊണ്ട് ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ വെൽബീയിങ് അറിയാൻ വേണ്ടി. ഒരു എംപ്ലോയിനെ സംബന്ധിച്ച്, ഒരു സ്റ്റാഫിനെ സംബന്ധിച്ച് ഒരു സിഇഒ എന്റെ മദറിനെ ഫാദറിനെ കോൺടാക്ട് ചെയ്യുന്നു, അവരുടെ വെൽബീയിങ് അറിയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, it gives the person a belongingness to the company. It gives a person a belongingness to the leader altogether. So ആ ഫാമിലിയോടുള്ള ഒരു നമുക്കൊരു കടപ്പാട് ഉണ്ടെന്നുള്ള ഒരു കാര്യങ്ങൾ, അവരെ നമ്മൾ കെയർ ചെയ്യുന്ന ഒരു കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ, the productivity of that team member will go exponentially high. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. സോ ഈ വക കാര്യങ്ങൾ നമ്മളൊന്ന് നമ്മുടെ ടീം മെമ്പറിനെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, your team is going to be something which is going to be the asset. മൂന്നാമത്തെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പലപ്പോഴും കാണുന്ന ഒരു കമ്പനിക്കകത്ത്, പല കമ്പനീസിനകത്ത് I have been doing a lot of sessions for this corporate houses. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ അട്രിഷൻ റേറ്റ് ഒക്കെ ഭയങ്കര ഹൈ ആണ്. ഒരു സ്റ്റാഫ് വന്നു, അവർ ഹയർ ചെയ്തു, ഒരു സ്റ്റാഫിനെ അവർ ഹയർ ചെയ്ത് കഴിഞ്ഞിട്ട് 3 മാസം ട്രെയിനിങ് ടൈം ആയിരിക്കും, പിന്നെ
ഔട്ട്പുട്ട് കിട്ടുന്ന 1 മാസം 2 മാസം കഴിയുമ്പോഴത്തേക്കിന് ആളെ വിട്ടിട്ട് അടുത്ത കമ്പനിയിലോട്ട് ജംപ് ചെയ്യും. സോ നമ്മൾ ഈ 3 മാസം അല്ലെങ്കിൽ 4 മാസം ട്രെയിനിങ് കൊടുത്തിരിക്കുന്നത് ഇറ്റ് ഹസ് ഗോൺ ഓൾ ഇൻ വെയിൻ. ഞാൻ പലപ്പോഴും എന്റെ ടീമായിട്ട് ഞാൻ സ്റ്റഡി ചെയ്യുമ്പോൾ കാണുന്ന ഒരു കാര്യമാണ്, ഇങ്ങനത്തെ ഒരു കമ്പനിക്കകത്ത് ഹൈ അട്രീഷൻ റേറ്റ് ഉള്ള കമ്പനീസിനകത്ത് മിക്കവാറും ഒരു ലീഡർഷിപ്പ് ക്രൈസിസ് ആണ് ഞാൻ ആ കമ്പനീസിനകത്ത് മിക്കവാറും കാണുന്നത്. അവർക്കൊരു ആംബിയൻസ് ഇല്ല കമ്പനിക്കകത്ത് വർക്ക് ചെയ്യാൻ. അത് മെയിൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും നമ്മുടെ ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ ദെയർ ടു മേക്ക് ദ പ്രോഫിറ്റ് ഫോർ മീ എന്നുള്ള ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണേ, അൺലെസ് ഹി ഈസ് ബീൻ പ്രോഫിറ്റഡ് ഫോർ ഹിസ് കരിയർ ഗ്രോത്ത്, ഫോർ ഹിസ് മെന്റൽ ഗ്രോത്ത്, ഫോർ ഹിസ് പ്രൊഫഷണൽ ഗ്രോത്ത്, ഫോർ ഹിസ് പേഴ്സണൽ ഗ്രോത്ത്, നമ്മൾ ഒരിക്കലും ആ ആളുടെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടത്തില്ല. So attrition rate would, he'll always be finding the new opportunity, and he will just, it would be a stepping stone for that person in your organization. So ഈ വക കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റത്തുള്ളൂ. നമ്മൾ ഒരു ടീം ബിൽഡ് ചെയ്യുമ്പോൾ നമുക്ക് ടീമിനകത്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഓരോ എൻറ്റിറ്റി ഈസ് ഇമ്പോർട്ടന്റ്. ആസ് ഐ സെഡ്, അതെങ്ങനെ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒന്ന്, ഞാനൊന്ന് സമപ്പ് ചെയ്യാം. ഒന്ന്, നമുക്ക് വിഷൻ ക്ലിയർ ആയിരിക്കണം, ഗോൾ ക്ലിയർ ആയിരിക്കണം, ടൈം സ്പാൻ. ഇത് എല്ലാം നമ്മുടെ ടീം മെമ്പേഴ്സ് അറിഞ്ഞിരിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബിൽഡിങ്ങിലോട്ട് വരുന്നു. നമ്മൾ ടീം ബിൽഡിങ്ങിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് ഹിസ് റെസ്പോൺസിബിലിറ്റി നോട്ട് ഓൺലി ടു ദ ഓർഗനൈസേഷൻ but also towards his family. So he is coming not as an individual, but he is coming with a packages of responsibility. അത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റും. മൂന്നാമത്തെ ഒരു കാര്യം, his belongingness towards the company. His belongingness will determine the attrition rate of your organization. So ഈ വക കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ we can build a wonderful team, and we can really see the exponential growth of our organization in every aspects. ഇതെല്ലാം ഞാൻ ഒരു സ്കാറ്റേർഡ് ആയിട്ടാണ് പറഞ്ഞത്, പക്ഷെ ഇതിനെല്ലാത്തിനും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഇത് ആക്ച്വലി ഞാൻ എനിക്ക് വളരെയധികം സിസ്റ്റമാറ്റിക് ആയിട്ടാണ് തോന്നിയത്. ഓരോ കാര്യങ്ങളും പറഞ്ഞതും സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഫീൽ ചെയ്തത്. കാര്യം ഞാൻ പറഞ്ഞ ഈ ഒരു സബ്ജക്ട് തന്നെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഈ ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. കാര്യം ബിസിനസ്സിൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഫെയിലിയർ എന്ന് പറയുന്ന ഒരു ടോപ്പിക് തന്നെ ഒരുപാട് തരത്തിൽ ഒരുപാട് രീതിയിൽ അഫക്ട് ചെയ്യുന്ന കാര്യമുണ്ട്. അതുപോലെ തന്നെ ടീമിനെ മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ബിസിനസ് സ്റ്റോപ്പ് ചെയ്ത ആൾക്കാരുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ അതുപോലെ തന്നെ നല്ല ടീം അംഗങ്ങളെ എങ്ങനെ നമ്മുടെ കൂടെ നിർത്താം, അത് തന്നെ ഒരു കഴിവാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി വരേണ്ട ഒരു കാര്യമാണ്. കാര്യം അവരെ പിടിച്ചു നിർത്താൻ, അവരെ നമ്മുടെ കൂടെ നിർത്താൻ, അതുപോലെ നമുക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ള നമ്മുടെ ടീമിനെ ബിൽഡ് ചെയ്യാൻ ഒക്കെ ഒരുപാട് എഫേർട്ടും അതുപോലെ അറിവും ആവശ്യമുള്ള ഒരു കാര്യമാണ്. സ്കില്ലും ആവശ്യമാണ്. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് ഒരു കമ്പനിയിൽ നമ്മൾ വർക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് രണ്ട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒന്ന്, നമുക്ക് ആ കമ്പനിയിൽ നിന്ന് എന്തുമാത്രം ഗ്രോത്ത് നമുക്ക് ഉണ്ടാവുന്നു, നമ്മുടെ സ്കിൽ സെറ്റിൽ എന്തുമാത്രം ഗ്രോത്ത് ഉണ്ടാവുന്നോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ കമ്പനിയിൽ നിൽക്കുന്നതുകൊണ്ട് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. മനസ്സിലായി? അല്ലെങ്കിൽ നമുക്ക് നമുക്ക് അല്ലാതെ ബെനിഫിറ്റുകൾ പലതും ഉണ്ടായിരിക്കാം, അങ്ങനെ നിൽക്കാം. പക്ഷെ എങ്കിൽ പോലും നമ്മുടെ സ്കിൽ സെറ്റ് നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഏത് കമ്പനിയിൽ പോയാലും അത് പക്ഷെ അക്വയർ ചെയ്യാൻ നേരത്തെ പറഞ്ഞതുപോലെ 1 മാസമോ 2 മാസം കൊണ്ട് ക്വിറ്റ് ചെയ്യുവല്ല. നമുക്ക് ആ ഒരു ടൈം എന്തായാലും അതിനെടുക്കും. ആ എക്സ്പീരിയൻസ് എടുക്കാൻ നമ്മൾ മനസ്സ് കാണിച്ചാൽ മാത്രമേ നമുക്ക് അത് ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്നിട്ട്. അപ്പൊ നമുക്ക് ഇനിയുള്ള വീഡിയോസിലൊക്കെ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം ഇത്രയും കാര്യങ്ങൾ ഈ ഷോർട്ട് പീരീഡ്, അത് മാത്രമല്ല ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോൾ ഞങ്ങൾ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ ഒരുപാട് പോകാറുണ്ട്. പക്ഷെ ഇത് ഞാൻ പറഞ്ഞില്ലേ ഒത്തിരി സിസ്റ്റമാറ്റിക് ആയിട്ടാണ് സംസാരിച്ചത്. അത്രയും ഓർഡർ ആയിട്ട് ഓരോ കാര്യങ്ങളും നമുക്കത് ഷെയർ ചെയ്തു. അത് മാത്രല്ല ഞാൻ പറഞ്ഞില്ലേ, ഈ ലൈഫ് സ്റ്റോറി എന്ന് പറയുന്നത് തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആണ്.
ഇനി വരുന്ന യങ് ജനറേഷനും ഒക്കെ ഇൻസ്പയർഡ് ആയി. അത് മാത്രല്ല പിന്നെ ഒരുപാട് കാര്യങ്ങള് പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ, മറ്റുള്ളവരുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒരു വ്യക്തി കൂടെയാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിനെ നമുക്ക് കുറച്ച് സമയം നമ്മുടെ കൂടെ കിട്ടിയത് തന്നെ വലിയ ഒരു കാര്യമാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. It's my pleasure. Thank you so much. Thank you.